Hello everyone, welcome to Brilliant EduTech, the best solution ever. അപ്പോൾ നമ്മുടെ ഓഗസ്റ്റ് മാസത്തിലെ കലണ്ടറിൽ നമ്മുടെ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ എക്സാം ഇല്ല, ഓഗസ്റ്റിൽ നമ്മുടെ എക്സാമും ഇല്ല. പക്ഷേ നമുക്ക് സെപ്റ്റംബറിലോ അല്ലെങ്കിൽ ഒക്ടോബറിലോ എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ കിട്ടിയ എക്സ്ട്രാ ടൈം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം അല്ലേ. അപ്പൊ അതിനുവേണ്ടി ചില എക്സ്ട്രാ എഫേർട്സ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പഠനം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ടും അതനുസരിച്ച് നിങ്ങൾക്ക് പോരായ്മകൾ ഉണ്ടെങ്കിൽ ഇംപ്രൂവ്മെന്റ് വരുത്താനായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ എന്താണ് ബ്രില്യൻറ്റ് ബൂസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ചിലരെങ്കിലും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർത്തവരായിരിക്കും. പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻസും പ്രാക്ടീസും ഇല്ലെങ്കിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ പുറകോട്ടാവും. അതുകൊണ്ട് തന്നെ കൺസിസ്റ്റന്റ് എഫേർട്സ് മാറ്റർ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ എക്സാമിന്റെ അന്ന് വരെ റിവിഷൻസ് ചെയ്യാനായിട്ടും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം ഓർത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സെഷൻ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്, ബ്രില്യൻറ്റ് ബൂസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ചാലഞ്ച്. അപ്പൊ ഡെയിലി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം, ഡെയിലി നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാം. ജൂൺ 1 മുതൽ നമ്മൾ ഓരോ വീഡിയോ വെച്ച് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. 8:30 മണിക്കായിരിക്കും ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഓരോ ദിവസവും ഓരോ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു ചോദ്യം വെച്ച് ലഭിക്കും. ആ ഒരു ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഡേ ആയിരിക്കും അതിന്റെ ആൻസറും അതുപോലെ മറ്റൊരു പുതിയ ചോദ്യവും നിങ്ങൾക്ക് ലഭിക്കുന്നത്. റാൻഡം ആയിട്ടുള്ള നമ്മുടെ സിലബസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത്. അറിയാത്ത ചോദ്യങ്ങൾ പഠിക്കാനും നിങ്ങളുടെ നോളജ് ലെവൽ എവിടെ വരെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടും ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു സെഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇതൊരു ഓപ്പൺ ചലഞ്ച് ആണ്. നമ്മുടെ ചാനലിലുള്ള എല്ലാവർക്കും തന്നെ ഈ ഒരു സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ പഠനം കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ അനുസരിച്ച് മാത്രമായിരിക്കും ഈ ഒരു സെഷൻ എത്ര നാൾ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഡെയിലി പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുക. സോ ലെറ്റ്സ് ക്രാക്ക് ദിസ് എക്സാം ടുഗദർ. അപ്പൊ ഈ ഒരു സെഷൻ ലോഞ്ച് ചെയ്യാനായിട്ടും അതുപോലെ കണ്ടിന്യൂ ചെയ്യാനായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ആവശ്യമാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അത്ര എനർജറ്റിക് ആയിട്ട് നമുക്ക് ഈ ഒരു സെഷൻ ത്രൂ ഔട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മറക്കാതെ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധിക്കുക. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിട്ടുള്ള ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. ജൂൺ മാസം 1 നമ്മുടെ 5ാമത്തെ ബാച്ച് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതുവരെ നമ്മൾ 4ഓളം സക്സസ്ഫുൾ ബാച്ചസ് റൺ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ 5ാമത്തെ ബാച്ച് ആയിരിക്കും. റെക്കോർഡഡ് ക്ലാസ്സുകൾ, സിലബസ് ബേസ്ഡ് നോട്ട്സ്, ഓരോ ടോപ്പിക്കിന്റെയും റിവിഷൻ ടെസ്റ്റുകൾ, മന്ത്ലി റിവിഷൻ ടെസ്റ്റുകൾ, പോയിന്റ്സ് ടു നോട്ട്, ഫ്ലാഷ് കാർഡ്സ് എന്നിങ്ങനെ എല്ലാം അടങ്ങിയ ഒരു കോഴ്സ് ആയിരിക്കും ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിനായിട്ട് നമ്മൾ നടത്തുന്നത്. കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ അറിയാനായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ക്വയറീസോ ഡൗട്ട്സോ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചറിയാവുന്നതാണ്. വാട്സപ്പ് നമ്പർ 9995264596 ആണ്. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ചോദിച്ചറിയുക. ഈ ഒരു സീരീസിന് നിങ്ങൾ എക്സൈറ്റഡ് ആണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതിലും കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും സെഷൻസ് ആവശ്യമായിട്ടുണ്ടെങ്കിലോ ഫ്രീ ക്ലാസ്സുകൾ ഏതെങ്കിലും ടോപ്പിക് റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സ്, നിങ്ങളുടെ സജഷൻസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെങ്കിലും താഴെ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ കാണാനായിട്ട് ശ്രദ്ധിക്കാം. താങ്ക്